ഹലോ, ഹായ്. കളേഴ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടൊരു കുറുമ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപ്പം പച്ചരിച്ചോറിനോട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ് കേട്ടോ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അപ്പം തക്കാളിക്ക അരിഞ്ഞ് വെക്കണം. രണ്ട് തക്കാളിക്ക, സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പം ഇത്രയും സാധനം നമ്മൾ എടുത്ത് ചെറിയ ചോപ്പിടാക്കി വെക്കുക. മുട്ട പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും റെഡിയാക്കി കട്ട് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മുട്ട ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. മുട്ട നമ്മൾ ഫ്രൈ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുറിഞ്ഞു പോകായോ ഉടഞ്ഞൊക്കെ പോകത്തില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ, അല്ല ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് തന്നെ മുട്ട ഇരിക്കും. അപ്പം ഇത് ഇച്ചിരി നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി നമുക്ക്. അപ്പം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട നല്ലതായിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിട്ടൊന്ന് ഇരുന്നോളൂ. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്നത് കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിനെ മാറ്റാമേ. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ള സമയം. അപ്പം നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ഇടണം, കടുക് ഇടണം. ഇനി അരിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം. നമുക്ക് സവോള ഇട്ട് വഴട്ടാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇടാം. ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടേ. അപ്പം ഇട്ട് നല്ലതായിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. അപ്പം വഴറ്റി ഇച്ചിരി ചെറുതായിട്ടൊന്ന് നല്ലതായിട്ട് വഴണ്ട. ആ സമയത്ത് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പം അത് നല്ലതായിട്ട് അതിൻ്റെ ഗ്രീൻ കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മതി നമുക്ക്. അപ്പോൾ ആ ഒരു ടൈം അപ്പോൾ നല്ലതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റണം. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അതും നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനൊപ്പം തന്നെ അപ്പോൾ വഴന്ന് വരുന്നു. ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. അപ്പം മുളക് പൊടി പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇത്തിരി കൂടെ വേണമെങ്കിൽ മുളക് പൊടി ഇടാമേ. മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഹോസ്റ്റലിലും ബാച്ചിലേഴ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അതൊന്ന് വറ്റാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ അതിൻ്റെ മണം വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതിനകത്ത് ഉപ്പിൻ്റെ അളവൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ലതായിട്ട് കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങുന്നവർക്ക്. പിന്നെ നമുക്ക് പൊട്ടറ്റോ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇടാം. അപ്പം അതും ചേർത്ത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. തിളപ്പിച്ച് ആ ചാറൊന്ന് കുറുകണം. ചപ്പാത്തിയുടെ കൂടെ പിന്നെ പച്ചരിച്ചോറൊക്കെ ആണെങ്കിൽ ഇപ്പം നോർത്ത് ഇന്ത്യൻസിനൊക്കെ ആണെങ്കിൽ പിള്ളേർ പോയി താമസിക്കുന്നതെങ്കിൽ അവിടെ ഇതൊക്കെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അത് കാരണമാണ് നമുക്ക് ഇങ്ങനൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിലേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ മുട്ടയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ഇടാം കേട്ടോ. ഇപ്പം മല്ലിയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം മല്ലിയിലൊന്നും ഇട്ടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്യുക അതിനകത്ത്. മോനെ മുട്ട എടുത്തിട്ടേടാ. അപ്പോൾ നമ്മുടെ 2 മുട്ടയാണ് നമുക്ക് ഇന്നിവിടെ റെഡി ആയിരിക്കുന്നത്. ഒരാളേ ഉള്ളൂ ഈ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ 2 മുട്ടയിലാണ് ഇന്നത്തെ കുറുമ. അപ്പോൾ ഇനി നമുക്ക് എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ. അതായത് പച്ചരിച്ചോറാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ പച്ചരിച്ചോറിനോട് കഴിക്കാനായിട്ട് അമ്മാതിരി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് കഴിച്ച് നോക്കണം എല്ലാവരും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇളക്കി ഒന്ന് വാരി കഴിക്കുക. എനിക്ക് അന്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.
till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no,